എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് രസതന്ത്രമായിരുന്നു, അതായത് കെമിസ്ട്രി പരീക്ഷയായിരുന്നു. 40 മാർക്കിലായിരുന്നു ഇന്നത്തെ പരീക്ഷ. വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് 5 മാർക്ക് കിട്ടിയാൽ വിദ്യാർത്ഥികൾ പരീക്ഷ ജയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ജീവശാസ്ത്രമാണ്, അതായത് ബയോളജിയാണ്. അപ്പോൾ ഈ ഒരു മാർച്ച് 26-ാം തീയതി ബുധനാഴ്ചയാണ്, അതായത് നാളെ നിങ്ങൾ ഇന്നും നാളെയുമായിട്ട് നന്നായിട്ട് പഠിക്കാം. മറ്റന്നാളാണ് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർച്ച് 26-ാം തീയതി ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെ ജീവശാസ്ത്രം, അതായത് ബയോളജി പരീക്ഷയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസിയാണെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെയായിരുന്നാലും നിങ്ങൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക, അതായത് ജീവശാസ്ത്രം പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. കാരണം ഇനി നിങ്ങൾക്ക് ആകെ ഈ ഒരു ജീവശാസ്ത്രം, അതായത് ബയോളജി പരീക്ഷ കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരുവിധ പരീക്ഷകളും പിന്നീട് ഇല്ല. പിന്നീട് SSLCയുടെ റിസൾട്ട് നോക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 5 മാർക്ക് മതിയോ, അതല്ലെങ്കിൽ 12 മാർക്ക് നേടേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അതുപോലെ തന്നെ CE മാർക്ക് വിദ്യാർത്ഥികൾക്ക് ജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് CE മാർക്ക് തരിക എന്നുള്ളതും വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് CE മാർക്ക് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുന്നത് കൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ CE മാർക്കും ടോട്ടൽ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ CE മാർക്ക്, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് ഓൾറെഡി ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു CE മാർക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്ക് CE മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു CE മാർക്ക് 10 മാർക്കുള്ള വിഷയങ്ങളിൽ സാധാരണ 10 മാർക്ക് തന്നെ ടീച്ചേഴ്സ് CE കൊടുക്കാറുണ്ട്. അതുപോലെ 20 മാർക്ക് CE ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ CE മാർക്ക് ടീച്ചേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 20 മാർക്ക് തന്നെ തരും. അതല്ലെങ്കിൽ 1-2 മാർക്ക് കുറച്ച്, അതായത് 18 മാർക്കോ 19 മാർക്കോ ഒക്കെ നിങ്ങൾക്ക് തരുന്നത് ആയിരിക്കും. അതായത് മിനിമം നിങ്ങൾക്കൊരു 19 മാർക്കെങ്കിലും കിട്ടും. അതുപോലെ 10 മാർക്കിൻ്റെ ഈ ഒരു CE മാർക്കുള്ള സബ്ജക്റ്റുകളിൽ 10 മാർക്ക് തന്നെ CE മാർക്ക് തരും. അപ്പോൾ ഓൾറെഡി ഈ ഒരു മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു CE മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നിങ്ങൾ ഈ CE മാർക്ക് ഉൾപ്പെടെയാണ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് CE ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് ഒരു 5 മാർക്ക് കിട്ടിയാൽ മതി. അതായത് 40 മാർക്കുള്ള സബ്ജക്റ്റാണ്. 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 10 മാർക്ക് CE ആണ്. 10 മാർക്ക് CE എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 50-ലാണ് മാർക്ക് വരുന്നത്. 40-ഉം 10-ഉം 50, അതായത് 50-ൽ 15 മാർക്കാണ് ടോട്ടൽ വേണ്ടത്. അതായത് 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ ഈ ഒരു 5 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതി. അതേസമയം 9 മാർക്ക് CE കിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾ ഒരു 6 മാർക്ക് ഈ ഒരു ഇന്നത്തെ പരീക്ഷയിൽ കിട്ടണമെങ്കിൽ 15 മാർക്ക് കിട്ടി ജയിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ജസ്റ്റ് ഒരു 5 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ D+ ഗ്രേഡ് കിട്ടി ജയിക്കുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ A+ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വിദ്യാർത്ഥികൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ A+ കിട്ടണമെങ്കിൽ 35 മുതൽ 40 വരെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. A ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 30 മുതൽ 34 വരെ മാർക്ക് കിട്ടണം. 25 മുതൽ 29 വരെ മാർക്ക് കിട്ടിയാൽ B+ ഗ്രേഡ് കിട്ടും. 20 മുതൽ 24 വരെ മാർക്ക് കിട്ടിയാൽ B ഗ്രേഡ്. 15 മുതൽ 19 വരെ C+ ഗ്രേഡ്. 10 മുതൽ 14 വരെ C ഗ്രേഡ്. അതുപോലെ 5 മുതൽ 9 വരെ D+ ഗ്രേഡ്. ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു D+ ഗ്രേഡ് വരെ കിട്ടിയാലാണ് നിങ്ങൾ ജയിക്കുക. അതായത് മിനിമം ഒരു ഇന്നത്തെ പരീക്ഷയിൽ 5 മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇന്നത്തെ പരീക്ഷ ജയിക്കുകയുള്ളൂ. 5 മാർക്കിലും താഴെ, അതായത് 4 മാർക്കോ 3, 2 മാർക്കോ 1 മാർക്കോ ഒക്കെ കിട്ടുകയാണെങ്കിൽ D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെ ആണ് കിട്ടുക. അങ്ങനെയെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതും പിന്നീട് ഈ ഒരു ജൂൺ മാസത്തിൽ നടക്കുന്ന SSLCയുടെ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് A+ കിട്ടണമെങ്കിൽ 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഉൾപ്പെടെ 50-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് A+ കിട്ടണമെങ്കിൽ 45 മാർക്കാണ് വേണ്ടത്. അതായത് 10 മാർക്ക് CEയും അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയിൽ 35 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് 45 മാർക്ക് കിട്ടി അത് A+ ഗ്രേഡായിട്ട് മാറുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ജയിക്കാനാണെങ്കിൽ 5 മാർക്ക് പരീക്ഷയിലും അതുപോലെ 10 മാർക്ക് CE ഓൾറെഡി കിട്ടും. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 15 മാർക്ക്. അപ്പോൾ ഈ ഒരു 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ പരീക്ഷ ജയിക്കും. അതായത് 10 മാർക്ക് CE കിട്ടും, 5 മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ നേടണം.
അത് കിട്ടണം. അങ്ങനെയെങ്കിലാണ് നിങ്ങൾ ഈ ഒരു D+ ഗ്രേഡ് കിട്ടിയിട്ട് ജയിക്കുക. D+ ഗ്രേഡാണ് ഇതിന്. 15 മാർക്കിന് D+ ഗ്രേഡാണ് കിട്ടുക. 10 മാർക്ക് CE ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. 5 മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടുത്ത പരീക്ഷ, അതായത് അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ബയോളജിയാണ്. അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.